എൻ്റെ ഫ്രണ്ട് ഒരുത്തി ഇന്നലെ എൻ്റെ ഒരു വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇത്തിരി വൃത്തിയായിട്ട് ഒരുങ്ങിക്കെട്ടി നടന്നൂടെ, നീ എന്താണ് ഇങ്ങനെ ഒരു കാക്കാലത്തിയുടെ പോലെ നടക്കണേന്ന്. അപ്പം ഞാനും വിചാരിച്ചു, ശരിയാണല്ലോ, ഇവൾ പറഞ്ഞതിലൊരു സത്യമുണ്ട്. കണ്ടിട്ടൊരു കാക്കാലത്തി ലുക്കുണ്ടല്ലോ. വേറെ ഒന്നല്ല ഗടികളെ, നമ്മുടെ ഒരു തൊഴിൽ അങ്ങനത്തെ ആയിപ്പോയി. അപ്പോൾ 24 മണിക്കൂറും ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. അത് നിങ്ങളുടെ മാത്രം തോന്നലാണ്, അതെൻ്റെ കുഴപ്പമല്ല. ഇപ്പോൾ 24 മണിക്കൂർ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് അവിടെ വീട്ടിലെ തൊഴിലും എടുത്തിട്ട് വീട്ടിലുള്ള പണികളും പിന്നെ അവിടെ വരുന്ന തൊഴിലുകളൊക്കെ ജാതി തൊഴിലുകൾ എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും എന്താ പറയുക, എൻ്റെ വസ്ത്രം, ഞാൻ വീട്ടിലിടുന്ന വസ്ത്രമാണ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതേ വസ്ത്രത്തിൽ വന്നിട്ടാണ് ഞാൻ ചില വീഡിയോകളും ചെയ്യുന്നത്. എന്നോർത്തത് മുഷിഞ്ഞ വസ്ത്രമൊന്നുമല്ല കേട്ടോ, അലക്കി നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അലക്കി ക്ലീനാക്കിയ വസ്ത്രം തന്നെ, പക്ഷെ കുറച്ച് പഴയതാണെന്ന് മാത്രം. അപ്പം എന്തുകൊണ്ടാണ് ഈ പഴയ 3-4 ജോഡി ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ട് മാറി മാറി വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്തു പോകുന്നില്ല, വല്ലപ്പോഴും പുറത്തു പോകുമ്പോൾ അതിൻ്റേതായ മോഡിക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. വലിയ മോടിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റേതായ ചെറിയ മോഡിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാൻ പുറത്ത് പോയിട്ടൊരു വീഡിയോ ചെയ്യാറ്. ബാക്കി എല്ലാ സമയവും ഞാൻ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലെ പണികൾ എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലെന്ന് പറയുന്നത് കച്ചവടമായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ തൊഴിലുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട്, അപ്പം അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ടയർഡാവും. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനും പുതിയ ഡ്രസ്സ് ഇട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നാറില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ കാക്കാലത്തി ലുക്കിലിരിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ പൊളിച്ചില്ലേ. പിന്നെ എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ, എൻ്റെ പൊട്ട്, ഇതാണ് എൻ്റെ പഴയ ലുക്ക് എന്ന് പറയുന്നത്. മുഖം മാത്രം, ഫേസ് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രായം കൂടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുമല്ലോ, അത് നമുക്കും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലത്തെ ഒരു ചെറിയ പൊട്ടും ഇതുപോലത്തെ ഒരു ഹെയർ സ്റ്റൈലുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നുമില്ല. കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് വാരി വലിച്ചിട്ട് ഓടുന്നത് കൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത്, മേക്കപ്പും ലുക്കും ഒന്നും ഇല്ലാത്തത്. ഇതിപ്പോൾ മുടിയുടെ ഉള്ളു പോയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതൊന്നല്ല കേട്ടോ, ഹൈ പോണി ടൈലായിരുന്നു ഞാൻ കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹൈ പോണി ടൈൽ കെട്ടാനുള്ള ഹെയർ തിക്നെസ് നമുക്ക് കുറഞ്ഞതുകൊണ്ട് നമ്മൾ പണ്ടത്തെ നദിയാ മൊയ്തു കെട്ടെന്നൊക്കെ പറയും, അതായിരുന്നു എൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പഴയ ലുക്ക് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ, ഇതാണ് പഴയ ഞാൻ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക്.